പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NIS +2 ബിസിനസ് സ്റ്റഡീസ് കോഡ് നമ്പർ 319 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ 3 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുമാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ന്യൂ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 മുമ്പ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ എക്സാം എഴുതുന്നവർക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് സ്റ്റഡീസിന് എക്സാമിന് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ഓൾഡും ഉണ്ടാവും, ന്യൂ ഉണ്ടാവും. 2024 ഫ്രഷായി അഡ്മിഷൻ എടുത്തവർ ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യേണ്ടത്. എന്നാൽ 2024 മുമ്പ് 23 അതിന് തൊട്ടുമുമ്പുള്ള വർഷങ്ങളോ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാൻ പറ്റാതെ ഇപ്പോൾ എക്സാം എഴുതുന്നവർക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറും 2023 അതിനു മുമ്പ് പരീക്ഷ എഴുതി തോറ്റ് ഇപ്പോൾ പരീക്ഷ എഴുതുന്നവർക്കും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, കഴിഞ്ഞു പോയ വീഡിയോസിലൊക്കെ നമ്മൾ 5 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയൊക്കെ വീഡിയോസാണ് അവതരിപ്പിച്ചത്. ഇനി നമ്മൾ 3 മാർക്കിൻ്റെ വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 100 മാർക്കിൻ്റെ പരീക്ഷയാണ്, 20 മാർക്ക് അസൈൻമെൻറ്റ്, 80 മാർക്ക് എഴുത്ത് പരീക്ഷ, അതിൻ്റെ 33%, 26 മാർക്കാണ് എഴുതി പാസ്സാകേണ്ടത്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്തൊരു വിദ്യാർത്ഥി 100-ൽ 33 മാർക്ക് തന്നെ എഴുതി പാസ്സാകേണ്ടത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നുണ്ട്. 44-ാമത്തെ ക്വസ്റ്റ്യൻസാണ്. സ്റ്റേറ്റ് എനി 3 ലിമിറ്റേഷൻ ഓഫ് അഡ്വർടൈസിംഗ് ആണ്. പരസ്യത്തിൻ്റെ ഏതെങ്കിലും 3 പരിമിതികൾ എഴുതുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് അഡ്വർടൈസിങ് മൾട്ടിപ്പിൾ വാണ്ട്സ് ആണ്. ഒന്നിലധികം ആവശ്യങ്ങൾ പരസ്യത്തിലൂടെ ഉത്ഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്വർടൈസിങ് ആരുടെ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. ഈ പരസ്യത്തിന് വരുന്ന ചെലവ് സാധനങ്ങളുടെ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, യഥാർത്ഥ വിലയിൽ പരസ്യ ചെലവിനും കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്, അതതിൻ്റെ പോരായ്മയാണ്. അതുപോലെ ക്രിയേഷൻ ഓഫ് മോണോപ്പൊളിയാണ്, കുത്തക അവിടെ വളരാൻ കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, അല്ലേ? തെറ്റായ രീതിയിൽ ആളുകളെ വശീകരിച്ച് എത്തുന്നുണ്ട്. ഇങ്ങനെ 3 എഴുതിയാൽ മതി. ഇനി 45-ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ദ സ്പേസ് ഔട്ട്സൈഡ് ബസ് ട്രക്ക് യൂസ്ഡ് ക്യാരി കമ്പനി ഓൺ പ്രൊഡക്റ്റ്. കമ്പനിയുടെ പ്രൊഡക്റ്റ് വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് അതേപോലെ തന്നെ ട്രക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻ ബി യൂസ്ഡ് അട്രാക്ട് ഇൻഫോം കൺസ്യൂമർ അബൌട്ട് എ പ്രൊഡക്റ്റ് അവൈലബിൾ പ്രൈസ്. ഇവിടെ പറയുന്നത് വിച്ച് മീഡിയ ഓഫ് അഡ്വർടൈസ്മെന്റ്. ഇത്തരം ആവശ്യങ്ങൾ ഈ വാഹനങ്ങൾ ഇങ്ങനെ എത്തിക്കുന്ന ഏത് അഡ്വർടൈസിംഗ് ആണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ആൻസർ ഔട്ട്ഡോർ അഡ്വർടൈസിംഗ് ആണ്. പിന്നെ പറയും ജനറലി ഫോർ വിച്ച് പ്രൊഡക്റ്റ് മീഡിയ അഡ്വർടൈസ്മെന്റ്. ഇത് ഇത്തരം അഡ്വർടൈസ്മെന്റ് ഏത് തരം ഉൽപ്പന്നങ്ങൾക്കാണ് ശരിയാവുന്നത്? ഷൂസ്, ക്രീം ഐറ്റംസ്, ഫാന്, സൈക്കിൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഇതിന് നമുക്ക് 3 മാർക്കാണ്. ഇനി ഇത് എഴുതാൻ കഴിയാത്തവർ അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. എ മാനുഫാക്ചർ ഓഫ് ഡിറ്റർജൻറ്റ് പൗഡർ, അല്ലെ? ഒരു ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ മാനുഫാക്ചർ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് എ ഡിറ്റർജൻ്റ് ആണ്. ഒരു ഡിറ്റർജൻറ്റ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു മാർക്കറ്റിൽ. ഓക്കെ, അതിനൊരു ന്യൂ ബ്രാൻഡ് നെയിം ഉണ്ടാകുന്നു. വിച്ച് സെയിൽസ് പ്രൊമോഷൻ ഈസ് യൂസർ ടു ഷോ ദി കസ്റ്റമർ. കസ്റ്റമറിൻ്റെ ഏത് സെയിൽസ് പ്രൊമോഷനാണ് ഇവിടെ കൊണ്ടുവരുന്നത്? ഗീവ് റീസൺ. ഇതിനുള്ള കാരണം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരുപാട് സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീ സാമ്പിൾ എന്ത് ചെയ്യുക, വിതരണം ചെയ്യുക. അതേപോലെ തന്നെ ബോണസ് ഓഫറാണ്, അതായത് മാർക്കറ്റേഴ്സ് ഓഫർ എക്സ്ട്രാ ക്വാണ്ടിറ്റി ആണ് വിത്ത് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ എന്താണ് എക്സ്ട്രാ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാണ് വിത്ത് അഡീഷണൽ ചാർജ് ആഡ് ചെയ്യാതെ. പിന്നെ പ്രൈസ് ഓഫ് ആണ്, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബിസിനസ് പ്രൈസ് കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീ സാമ്പിൾ വരുന്നുണ്ട്, ബോണസ് ഓഫർ വരുന്നുണ്ട്, പ്രൈസ് ഓഫർ വരുന്നുണ്ട്, ഫ്രീ ഓഫറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 45-ാണ് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച്. ഇനി 46-ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് ലെറ്റർ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ ഇൻ എക്സ്റ്റേണൽ ട്രേഡ്. എക്സ്റ്റേണൽ ട്രേഡുമായി ബന്ധപ്പെട്ടാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണെന്നുള്ളത് ചോദിക്കുന്നത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നാണ് ഇറക്കുമതിക്കാരൻ്റെ ബാങ്ക് വഴി കയറ്റുമതിക്കാരന് പണം നൽകുക. 23-ാമത്തെ ചാപ്റ്ററിൽ ഇത് പറയുന്നുണ്ട്. ഇറക്കുമതിക്കാരൻ്റെ ബാങ്ക് വഴി കയറ്റുമതിക്കാരന് പണം നൽകാൻ സംവിധാനം ഉണ്ടാക്കലാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഏർപ്പാട് ചെയ്ത വിദേശത്തുള്ള കയറ്റുമതിക്കാരന് നിശ്ചിത രേഖകൾ ഹാജരാക്കിയാൽ പണം നൽകാമെന്ന് ബാങ്ക് ചുമതലയേക്കുന്നു.
ഇറക്കുമതിക്കാരൻ വായ്പ അർഹനാണെന്ന് ബാങ്കിന് ബോധ്യം വന്നാൽ അവൻ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതിൽ വേറെ ഒരു ഇതും കൂടി പറയുന്നുണ്ട്. 45ാമത്തെ ചോദ്യത്തിൽ ലെറ്റർ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ എന്താണെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ വിവരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആൻസർ കീയിൽ ഇതിൽ പറയുന്നുണ്ട്. ലെറ്റർ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ എക്സ്പോർട്ടർ എന്ന് പറഞ്ഞാൽ കയറ്റുമതിക്കാരൻ ആവശ്യപ്പെടുകയാണ് പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി, അല്ലെ, പെട്ടെന്ന് പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹി ക്യാൻ ഗെറ്റ് ബില്ലാണ്, ഡിസ്കൗണ്ട്. അദ്ദേഹം എന്താണ് ബില്ല് എവിടെ ഡിസ്കൗണ്ട് ചെയ്യുക? ബാങ്ക്. ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ ടു ഹിസ് ബാങ്ക്, അല്ലെ, അദ്ദേഹത്തിന്റെ ബാങ്കിലേക്ക് ഒരു ലെറ്റർ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ പെട്ടെന്ന് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലെറ്റർ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ ബാങ്കിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സ്റ്റേറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഗാട്ട് ആൻഡ് WTO. ഗാട്ടും WTOയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പല രീതിയിലും വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അതിൽ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനം ഗാട്ട് ഈസ് ബേസിക്കലി സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. ഇത് ഗാട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ഒരു കൂട്ടം റൂൾസും ഉണ്ട്, റെഗുലേഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ ട്രേഡ്, ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രേഡ് കച്ചവട എഗ്രിമെന്റ് ഉണ്ട് വിത്ത് ഒബ്ജക്റ്റ് പ്രൊമോഷൻ ഇന്റർനാഷണൽ. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര വ്യാപാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. WTO എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് വിച്ച് അഞ്ച് ടു റെഗുലേറ്റ് മോണിറ്റർ ലിബറലൈസ് ഇന്റർനാഷണൽ, അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉദാരവൽക്കരിക്കുക, എളുപ്പമാക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത് WTO. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സിസ്റ്റന്റ് അടിസ്ഥാനത്തിൽ ഗാട്ട് ഡസ് നോട്ട് ഹെവി എനി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല. WTO എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാരക്ടർ, അതിനൊരു സെക്രട്ടേറിയറ്റ് ഒക്കെ ഉണ്ട് അതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ WTO. ഇനി അതേപോലെ തന്നെ നേച്ചർ ഓഫ് പാർട്ടിസിപ്പേഷൻ. ഇൻ കേസ് ഓഫ് ഗാട്ട് പാർട്ടിസിപ്പേഷൻ നാഷൻ വേർ കോൺട്രാക്റ്റും പാർട്ടി. ഗാട്ടിലുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കോൺട്രാക്റ്റും പാർട്ടിയിലാണ്. WTO മെമ്പർഷിപ്പ് ഫോർ നാഷനാണ്. പിന്നെ സ്കോപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പറ്റ് ഗാട്ട് എന്ന് പറഞ്ഞാൽ ഗുഡ്സിനാണ് റൂൾസ് റെഗുലേഷൻ വരുന്നത്. WTO എക്സ്റ്റെൻഡ് ബോത്ത് ഗുഡ്സ്. WTOയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഗുഡ്സും സർവീസും ഉണ്ട്, സാധനങ്ങളും സേവനങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇതിൽ ലാസ്റ്റ് ചോദ്യമാണ്. ഇനി ഇതറിയാത്തവർക്ക് വാട്ട് ആർ ബിൽ ഓഫ് ലാഡിങ്, ഷിപ്പിംഗ് ഓർഡർ, മേറ്റ് പ്രൈസ്, ഇതെന്താന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ ഗൈഡിൽ അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ 23ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഓരോന്ന്. അതിൽ ബിൽ ഓഫ് ലേഡി എന്ന് പറഞ്ഞാൽ ചരക്കുകൾ കപ്പലിൽ കയറ്റുന്നതിന് ഷിപ്പിംഗ് കമ്പനി നൽകുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് ബിൽ ഓഫ് ലേഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചരക്കുകൾ വഹിച്ചു കൊണ്ടുപോകുന്നതിനുള്ള കരാറിന്റെ തെളിവാണ് ഇത് വരുന്നത്. പിന്നെ അല്ലെങ്കിൽ ചരക്കുകളുടെ ഉടമസ്ഥത തെളിയിക്കുന്നതിനൊരു പ്രമാണമാണ് എന്ത് പറയുന്നത് ബിൽ ഓഫ് ലേഡി എന്ന് പറയുന്നത്. മാറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കപ്പലിൽ കയറ്റി അയക്കുന്നതോടെ ക്യാപ്റ്റൻ ഒരു റെസീറ്റ് നൽകും. ഇതിനെ മാറ്റോ റെസീറ്റ് എന്ന് പറയുന്നത്. സാധനങ്ങൾ കപ്പലിൽ കയറ്റി അയച്ചു എന്നുള്ള തെളിവാണിത്. ഷിപ്പിംഗ് ഓർഡർ കയറ്റുമതിക്കാരൻ തയ്യാറാക്കുന്ന സാധനങ്ങൾക്ക് കപ്പലിൽ സ്ഥലം അനുവദിച്ചുകൊണ്ട് കപ്പൽ കമ്പനി കയറ്റുമതിക്കാരന് നൽകുന്ന ഒരു രേഖയാണ് എന്ത് പറയുന്നത് മാറ്റ് റെസിപ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതേപോലെ തന്നെ ഷിപ്പിംഗ് ഓർഡർ ഉണ്ട്, അല്ലേ, നമ്മൾ എത്ര സാധനങ്ങൾ കയറ്റണം എന്നുള്ളത് ഓർഡർ കൊടുക്കുന്നതാണ്. അത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.